പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷ പരിശുദ്ധ അമ്മയ്ക്ക് പ്രധാനപ്പെട്ടതായിരുന്നു. പരിശുദ്ധ അമ്മയെ നാം എത്രമാത്രം സ്നേഹിക്കുന്നുവോ, ആ അമ്മയ്ക്ക് ഉന്നതമായ വണക്കം നൽകി നമ്മൾ ആദരിക്കുന്നുവോ, അത്രമാത്രം ഈ അമ്മയുടെ കരുതലും സ്നേഹവും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കും. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സഹനങ്ങളുടെ നിമിഷങ്ങളിൽ, വേദനയുടെ നിമിഷങ്ങളിൽ, തകർച്ചകളുടെ നിമിഷങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ നാശത്തിൻ്റെ നിമിഷങ്ങളിൽ അവിടുന്ന് ഇറങ്ങി വന്ന് നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കും, നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കും. ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ ദൈവമക്കളെ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനായി ഒരുങ്ങുന്നതിൻ്റെ രണ്ടാമത്തെ ദിവസത്തിൽ നാം ആയിരിക്കുമ്പോൾ, അമ്മയ്ക്ക് പരിപൂർണമായി സമർപ്പണം ചെയ്യപ്പെട്ട നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ അമ്മയ്ക്ക് രക്ഷാകര പദ്ധതിയിൽ ദൈവം നൽകിയ സ്ഥാനത്തെക്കുറിച്ചും അവളുടെ പങ്കിനെക്കുറിച്ചും ധ്യാനിക്കുന്നത് ഉചിതമാണ്. രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധ അമ്മയ്ക്ക് പങ്കുണ്ടായിരുന്നു. യേശുവിനോട് ഒപ്പമുള്ള അവളുടെ സഹനത്തിലൂടെയാണ് ആ പങ്ക് അവൾ നിർവഹിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ സഹനത്തിൽ മാതൃസഹജമായ ഹൃദയത്തോടെ അവൾ പങ്കുചേരുന്നു. ഈശോയുടെ സഹന നിമിഷങ്ങളിൽ ഒരു കാഴ്ചക്കാരിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടല്ല അവൾ പങ്കുചേർന്നത്, ഉപരിയായിട്ട് മാതൃസഹജമായ ഹൃദയത്തോടെ അവൾ ഈശോയുടെ സഹനത്തിൽ പങ്കുചേരുകയാണ്. ഈശോയുടെ അമ്മയാകുവാനുള്ള സമ്മതം മൂളിയ നിമിഷം മുതൽ അവളുടെ ജീവിതത്തിൽ സഹനത്തിൻ്റെ വലിയൊരു അനുഭവം കടന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. തുടർന്ന് ഈശോയെ വഹിക്കുവാനുള്ള തൻ്റെ ശരീരം എത്രമാത്രം പരിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാമോ അത്രമാത്രം പരിശുദ്ധിയിൽ അവൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഈശോയുടെ ജനനത്തിന് ശേഷം ഈശോയെയും വഹിച്ചുകൊണ്ടുള്ള യാത്ര അവിടുത്തെ ശത്രുക്കളിൽ നിന്ന് കാത്തു സംരക്ഷിക്കുന്നു, അവിടുത്തെ പരിപാലിക്കുന്നു, അവിടുത്തെ വളർത്തുന്നു. ആ സംരക്ഷണം മുഴുവനും ഈശോയ്ക്ക് കൊടുക്കുകയാണ്. ഈശോയുടെ കുരിശിലേക്കുള്ള യാത്രയിലുടനീളം പരിശുദ്ധ അമ്മ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടുന്ന് അനുഭവിച്ച അതേ വേദന തൻ്റെ ഹൃദയത്തിലേക്കും സ്വീകരിക്കുകയാണ്. അതുല്യമായ ഒരു സഹനമാണ് പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്: നമ്മുടെ രക്ഷ പ്രധാനപ്പെട്ടതായി കണ്ടതുകൊണ്ടല്ലേ നമ്മെ വീണ്ടെടുക്കുവാനുള്ള ബലിക്കായി മറിയം തൻ്റെ പുത്രനെ സ്നേഹപൂർവം അർപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷ പരിശുദ്ധ അമ്മയ്ക്ക് പ്രധാനപ്പെട്ടതായിരുന്നു. അതുകൊണ്ടാണ് താൻ സ്നേഹപൂർവം പരിപാലിച്ചു വളർത്തിയ തൻ്റെ പുത്രനെ കാൽവരിയിലെ ബലിക്കായി വിട്ടുകൊടുക്കുവാനായിട്ട് അമ്മ സമ്മതം മൂളിയിൽ. ആ ബലിയുടെ നിമിഷങ്ങളിൽ അമ്മ കരഞ്ഞതോ ബഹളം വെച്ചതോ ഒന്നും നമ്മൾ കാണുന്നില്ല. നിശബ്ദയായി ആ വേദന മുഴുവനും ഏറ്റെടുക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മ തൻ്റെ പുത്രൻ അനുഭവിച്ച വേദന തൻ്റെ ഹൃദയത്തിൽ ഏറ്റെടുക്കുമ്പോൾ തൻ്റെ ഹൃദയത്തിൽ കണ്ട കാഴ്ച നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയാണ്. പിശാചിനാൽ പീഡിപ്പിക്കപ്പെടുന്ന, പാപത്തിലൂടെ നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനവകുലത്തെ മുഴുവനും കണ്ടുകൊണ്ട് മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി അമ്മ ആ സഹനത്തെ മുഴുവനും ഹൃദയത്തിൽ ഏറ്റുവാങ്ങുകയാണ്. അമ്മ മാനവകുലത്തെ കണ്ടപ്പോൾ എന്നെയും നിങ്ങളെയും ഒക്കെ കണ്ടിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷ പരിശുദ്ധ അമ്മയ്ക്ക് പ്രധാനപ്പെട്ടതായിരുന്നു. അതുകൊണ്ടാണ് നിശബ്ദയായി സഹനങ്ങളെ ഏറ്റെടുക്കുവാൻ പരിശുദ്ധ അമ്മ നിന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മയെ നാം എത്രമാത്രം സ്നേഹിക്കുന്നുവോ, ആ അമ്മയ്ക്ക് ഉന്നതമായ വണക്കം നൽകി നമ്മൾ ആദരിക്കുന്നുവോ, അത്രമാത്രം ഈ അമ്മയുടെ കരുതലും സ്നേഹവും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കും. മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് സഹനങ്ങളും പീഡകളും ഏറ്റെടുത്ത ഈശോ മിശിഹ ഈ അമ്മയോട് നമ്മൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സഹനങ്ങളുടെ നിമിഷങ്ങളിൽ, വേദനയുടെ നിമിഷങ്ങളിൽ, തകർച്ചകളുടെ നിമിഷങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ നാശത്തിൻ്റെ നിമിഷങ്ങളിൽ
അവിടുന്ന് ഇറങ്ങി വന്ന് നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കും, നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കും. കരങ്ങളൊക്കെ കൂപ്പി പിടിച്ച് പരിശുദ്ധ അമ്മയുടെ മുൻപിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ, നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനതകളെ, നാം ഓരോരുത്തരും വീണ്ടെടുക്കപ്പെടേണ്ട മേഖലകളെ പരിപൂർണമായിട്ട് സമർപ്പിക്കാം. അമ്മേ മാതാവേ, കാൽവരി കുരിശിൻ്റെ കീഴെ ഈശോ അനുഭവിച്ച വേദനയോട് ചേർന്ന് അമ്മ നിന്നപ്പോൾ മാനവകുലത്തെ അമ്മ കണ്ടുവല്ലോ. അമ്മേ മാതാവേ, ഇന്ന് പലവിധത്തിൽ നാശത്തിലൂടെ കടന്നു പോകുന്ന, വീഴ്ചകളിലൂടെ കടന്നു പോകുന്ന എന്നെയും ആ ഈശോയുടെ കുരിശിനോടൊന്ന് ചേർത്ത് വെച്ച് അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കരങ്ങളെ യാചനയോടെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെ, നമ്മുടെ ജീവിതത്തിൽ രക്ഷ ലഭിക്കേണ്ട മേഖലകളെല്ലാം സമർപ്പിച്ചുകൊണ്ടൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മ ഈശോയുടെ കുരിശിൻ്റെ അരികിൽ ഈ നിമിഷം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി നിൽക്കണമേ. ഞങ്ങളുടെ ജീവിതം ഇന്ന് നാശത്തിലൂടെ കടന്നു പോകുമ്പോൾ അമ്മേ, നാശത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി അമ്മ ഈശോയുടെ അടുക്കൽ മാധ്യസ്ഥം വഹിക്കണമേ. ഈശോയോട് ഞങ്ങൾക്ക് വേണ്ടി അമ്മ ചേർന്ന് നിൽക്കണമേ. നാശത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗമാം പീഡകൾ, സംശയമറകളിൽ തെറ്റായ ധാരണകൾ, സർവവും മനസ്സിനുള്ളിൽ ഇരുളായി നിറഞ്ഞിടുമ്പോൾ, സർവവും മനസ്സിനുള്ളിൽ ഇരുളായി നിറഞ്ഞിടുമ്പോൾ, അമ്മേ നീയൻ ചാരേ നിന്നിൻ നൽവഴികൾ കാട്ടണേ. ദുഃഖത്തിൻ്റെ വാൾമുനകൾ ആത്മാവിലേറ്റുവാങ്ങി ഹൃദയം പിളർന്നു തിരുപുത്രനുമായി താതാത്മ്യമാർന്നൊരെന്നംബികേ. കരങ്ങളൊക്കെ കൂപ്പി പിടിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറയണമേ. എന്നെയും എനിക്കുള്ള സർവ്വതും ദൈവമാതാവിന് നൽകുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി പരിശുദ്ധ മാതാവ് അനുഭവിച്ച രക്ഷാകര സഹനത്തിൻ്റെ വില എനിക്ക് മനസ്സിലാക്കി തരണമേ. ഈശോയെ വിറ്റ് എന്നെ വാങ്ങിയ മറിയത്തിൻ്റെ വിസ്മയനീയമായ സ്നേഹാതിരികം എൻ്റെ ഹൃദയത്തെ അവളിലേക്ക് തിരിക്കട്ടെ. എന്നെ മുഴുവനായും മറിയത്തിന് സന്തോഷപൂർവ്വം നൽകുവാൻ ആ സ്നേഹം എന്നെ ഉത്തേജിപ്പിക്കട്ടെ. ദൈവമാതാവേ, ദൈവത്തിന് ഏറ്റവും പൂർണ്ണമായി നീ നിന്നെ തന്നെ വിട്ടുകൊടുത്തതിൻ്റെ യോഗ്യത എനിക്കും തന്ന് സമ്പൂർണ്ണ സമർപ്പണത്തിന് എന്നെ ഒരുക്കണമേ. ആമേൻ. ക്രിസ്തുവിൻ വിശ്വാസികൾക്ക് വാസ്തവ സങ്കേതമേ, press the bell icon on the YouTube app and never miss another update.